ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ടെക് ആഷൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OnePlus 6ൻ്റെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ സ്പെഷ്യൽ എഡിഷൻ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓൺലി ഇൻ സെയിൽ ഇൻ ഇന്ത്യ വിത്ത് വാറൻറ്റി. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോക്സിൽ വരുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 GB റാമും 256 ഇൻറ്റേർണൽ മെമ്മറിയുമാണ് നമുക്ക് ഈ ഒരു മോഡലിൽ ലഭിക്കുന്നത്. സോ നമുക്ക് നോർമൽ OnePlus 6 ഇന്ത്യയിൽ വയ്ക്കുന്നത് 64 GB അല്ലെങ്കിൽ 128 GB ഇൻറ്റേർണൽ മെമ്മറിയോ ആണ്. സോ നിങ്ങൾക്കിപ്പോൾ 256 വേണമെന്നുണ്ടെങ്കിൽ ഈ അവഞ്ചേഴ്സ് എക്സ്പ്രസ് എഡിഷൻ തന്നെ വാങ്ങിക്കേണ്ടി വരും. ആൻഡ് ഇതിൻ്റെ പ്രൈസിംഗ് ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഒന്ന് ബുക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവഞ്ചേഴ്സ് എക്സ്പ്രസ് എഡിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോൺ കീപ്പ് ചെയ്തിട്ടും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് എടുത്ത് ജസ്റ്റ് ലുക്ക് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ബോക്സിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫോൺ നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് കണ്ടൻറ്റ് ഉള്ളത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് പോലെ. ഇറ്റ്സ് നോട്ട് എ ക്വിക്ക് ഗൈഡ്. ഇതിൽ കുറച്ച് അവഞ്ചേഴ്സിനെ കുറച്ച് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ലൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് മാറ്റി വെക്കാം നമുക്ക്. ദെൻ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. അതിന് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിം ഇജക്ടർ ടൂൾ ആൻഡ് വിത്ത് എ കേസ്. ഓക്കെ, ഇതിനകത്തായിരിക്കും നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ആസ് യൂഷ്വൽ നമ്മളവിടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അവഞ്ചേഴ്സ് നെവർ സെറ്റിൽ എന്ന് പറയുന്നൊരു സ്റ്റിക്കർ എല്ലാം ഇതിനകത്തായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എല്ലാ ഫോണിനും വരുന്ന പോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ജസ്റ്റ് കീപ്പ് ഇറ്റ് സൈഡ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കവറിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവഞ്ചേഴ്സ് ലോഗോ വിത്ത് ആൻഡ് നമുക്കൊരു മാവേഴ്സ് അവഞ്ചേഴ്സ് പാച്ച് കൂടെ കിട്ടുന്നുണ്ട്. OnePlus 6 ആൻഡ് ദെൻ ബാക്ക് സൈഡിലായിട്ട് തോറിൻ്റെ ഡീറ്റെയിലും ഉണ്ട്. ലൈക്ക് ലുക്സ് ഗുഡ്. നല്ല ഒരു ബോക്സ് തന്നെ. നമുക്ക് അടുത്തതായിട്ടുള്ള ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 watts 4 ആംപിയറിൻ്റെ ചാർജറാണ്, ഡാഷ് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് USB കേബിൾ. ഇത്രയൊക്കെയാണ് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഫോണിൻ്റെ കേസെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ബോക്സ് ആൻഡ് ദാറ്റ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ സ്പെഷ്യൽ എഡിഷൻ. സോ നമ്മൾ ജസ്റ്റ് ബാക്കിലായിട്ട് നല്ലൊരു പാറ്റേൺ കാണുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം ഒന്ന് അൺപീൽ ചെയ്യാം. ദെൻ നമുക്ക് കേസിലൊക്കെ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ഉണ്ട്. ആൻഡ് സൈഡിലായിട്ട് നോട്ടിഫിക്കേഷൻ കളർ ചേഞ്ചിലായിട്ട് കൊടുത്ത്. ആൻഡ് താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3.5 ഓഡിയോ ജാക്ക്, USB Type-C ജാക്ക് ആൻഡ് സ്പീക്കർ ഫോൺസ്. ആൻഡ് അടുത്ത സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് ആൻഡ് സിം സ്ട്രേ അവൈലബിൾ ആണ്. മോഡലുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജും പാറ്റേണിലും മാത്രമാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ കേസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ലിറ്റിൽ ബിറ്റ് ഹെവിലി. അപ്പോൾ നമ്മുടെ വോളിയം റോക്കേഴ്സ് എല്ലാം നല്ല ടാക്ക് ഫിനിഷിലാണ് കവർ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത്. ലൈക്ക് നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ ഈ ഒരു കേസ് ഇട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോർമൽ OnePlus 6നെ അപേക്ഷിച്ചിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് പാറ്റേൺ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് 256 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ദിസ് അവഞ്ചേഴ്സ് എഡിഷൻ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വരും. സോ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിൻ്റെ പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും. സോ നമ്മൾ ടോഗിൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം യെല്ലോ കളേഴ്സിലാണ് വരുന്നത്. സോ സ്പെഷ്യൽ തീമാണ്, ലൈക്ക് എക്സ്പ്രസ് എഡിഷൻ അവഞ്ചേഴ്സ് എഡിഷൻ ആയതുകൊണ്ട് എല്ലാം യെല്ലോ കളറിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമ്മളിതിൻ്റെ സ്റ്റോറേജ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 256 GB നമുക്ക് ഓൾമോസ്റ്റ് ഒരു 240 GB വരെ ലഭിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ വരുന്നത് ബാക്കിലുള്ള പാറ്റേൺ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.